കാർഷിക വാർത്തകൾ. സംസ്ഥാനത്തെ ഏത്തക്കുല വിപണി പിടിച്ചടക്കി തമിഴ്നാട് ഏത്തക്കുലകൾ. നാടൻ ഏത്തക്കുലയുടെ ലഭ്യത കുറഞ്ഞതോടെയാണ് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കൂടുതലായി ഏത്തക്കുലകൾ എത്തുന്നത്. വഴിയരികിലും വാഹനങ്ങളിലും മറുനാടൻ ഏത്തയ്ക്ക കച്ചവടം സജീവമാണ്. വഴിയരികിലും വാഹനങ്ങളിലും മറുനാടൻ പച്ചയേത്തക്കായുടെ കച്ചവടം സജീവമാണ്. 4 കിലോയ്ക്ക് 100 രൂപ എന്ന നിരക്കിൽ ബോർഡ് തൂക്കിയാണ് വഴിയോര കച്ചവടം. നാടൻ ഏത്തന്റെ ലഭ്യത കുറഞ്ഞതോടെയാണ് തമിഴ്നാട്ടിൽ നിന്ന് ജില്ലയിലേക്ക് ഏത്തൻ കൂടുതലായി എത്തുന്നത്. വലിപ്പമുള്ളതിനാൽ കാഴ്ചയിൽ തന്നെ മറുനാടനെ തിരിച്ചറിയാം. ഏത്തയ്ക്ക വറുത്ത് കച്ചവടം ചെയ്യുന്നവരാണ് മറുനാടൻ കൂടുതലായി വാങ്ങി ശേഖരിക്കുന്നത്. എന്നാൽ കുറഞ്ഞ വിലയ്ക്ക് പച്ചക്കായ ലഭ്യമാകുമ്പോഴും ഉപ്പേരിക്ക് വില കുറയാറുമില്ല. മൊത്ത വ്യാപാര സ്ഥാപനങ്ങളിൽ 50 രൂപ മുതലാണ് കിലോയ്ക്ക് ഈടാക്കുന്നത്. അതേസമയം നാടൻ ഏത്തിന് കിലോ 75 മുതൽ 78 രൂപ വരെയാണ് മൊത്തവില. മറുനാടൻ ഏത്തിന് 60 മുതൽ 70 രൂപ വരെയും നാടന് 80 മുതൽ 85 രൂപ വരെയുമാണ് ചില്ലറ വില. കഴിഞ്ഞ സീസണിൽ വിലക്കുറവ് കാരണം നാട്ടിൻപുറങ്ങളിലെ കർഷകർ കൃഷി ഇറക്കാത്തതും പ്രകൃതിക്ഷോഭത്തിൽ കൃഷി നശിച്ചതുമാണ് നാടൻ ഏത്തിന് ക്ഷാമമുണ്ടാക്കിയതെന്ന് വ്യാപാരികൾ പറയുന്നു. ഏത്തപ്പഴത്തിന് വില കൂടിയതിനാൽ ഹോട്ടൽ വ്യാപാരികളും പ്രതിസന്ധിയിലാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ക്ഷീരസംഘങ്ങളിൽ പാൽ അളക്കുന്ന കർഷകർക്ക് മാത്രമല്ല എല്ലാ ക്ഷീര കർഷകർക്കും സർക്കാർ ആനുകൂല്യത്തിന് അർഹതയുണ്ടെന്ന് ക്ഷീരവികസന വകുപ്പ് അറിയിച്ചു. സ്വകാര്യ വ്യക്തി നൽകിയ നിവേദനത്തിന് നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മുഴുവൻ ആനുകൂല്യങ്ങളും എല്ലാ ക്ഷീര കർഷകർക്കും ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ വ്യക്തി MLA-മാർ മുഖേന നൽകിയ നിവേദനത്തിന് നൽകിയ മറുപടിയിലാണ് ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ ഇക്കാര്യം വ്യക്തമാക്കിയത്. ക്ഷീരവികസന വകുപ്പിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ നിലവിൽ ക്ഷീരശ്രീ പോർട്ടൽ മുഖേനയാണ് നൽകുന്നത്. പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്ഷീരസംഘത്തിൽ പാൽ അളക്കുന്നതോ അല്ലാത്തതോ ആയ എല്ലാ ക്ഷീര കർഷകർക്കും ഓൺലൈനായി ആനുകൂല്യങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. ക്ഷീരവികസന വകുപ്പ് മുഖേനയും ത്രിതല പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയും പാലിന് സബ്സിഡി, കാലിത്തീറ്റ സബ്സിഡി, പശുവിനെ വാങ്ങൽ, മിനി ഡയറി യൂണിറ്റ്, ചാണകം ഉണക്കിപ്പൊടിക്കുന്ന യൂണിറ്റ്, തൊഴുത്ത് നിർമ്മാണം തുടങ്ങിയവ നടപ്പാക്കുന്നുണ്ട്. ഇവയൊന്നും ക്ഷീരസംഘങ്ങളിൽ പാലളക്കുന്ന കർഷകർക്കായി പരിമിതപ്പെടുത്തിയിട്ടില്ല. ത്രിതല പഞ്ചായത്തുകൾ മുഖേന വ്യക്തിഗത ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ഗ്രാമസഭ അംഗീകരിച്ച ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെടണം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഏത്തവാഴ കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില പ്രഖ്യാപിക്കണമെന്ന് കർഷകർ. അടിക്കടിയുണ്ടാകുന്ന പ്രകൃതിക്ഷോഭത്തിൽ ഏത്തവാഴ കൃഷി അപ്പാടെ നശിക്കുകയാണെന്നും ഉൽപ്പന്നങ്ങൾ സംഭരിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ഒരുങ്ങണമെന്നുമാണ് കർഷകരുടെ ആവശ്യം. കർഷകരുടെ പ്രധാന ഉപജീവന മാർഗമാണ് ഏത്തവാഴ കൃഷി. കാലവർഷക്കെടുതിയിലും വേനൽ മഴയിലും ഒരുപോലെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കർഷകർ. ഓണം സീസൺ മുന്നിൽ കണ്ടാണ് ഒട്ടുമിക്ക കർഷകരും ഏത്തവാഴ കൃഷി ഇറക്കുന്നത്. സീസൺ അടുക്കുന്നതിന് മുൻപ് തന്നെ വേനൽ മഴയും തുടർന്ന് കാലവർഷവും എത്തും. ഇതോടെ കർഷകർ കടുത്ത പ്രതിസന്ധിയാണ് അനുഭവിക്കുന്നത്. ഇക്കുറി കാലവർഷം എത്തുന്നതിന് മുൻപേ ശക്തമായ കാറ്റും പേമാരിയും അടിച്ച നിരവധി കർഷകരുടെ ഏത്തവാഴ കൃഷിയാണ് നശിച്ചത്. ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാണെന്ന് കൃഷിവകുപ്പ് പറയുമ്പോഴും മുൻകാലങ്ങളിലെ കൃഷിനാശത്തിന്റെ നഷ്ടപരിഹാരം പലർക്കും ലഭിച്ചിട്ടില്ല. ഓരോ സീസണിലും പ്രതീക്ഷയോടുകൂടിയാണ് കർഷകർ കൃഷി ഇറക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന ഏത്തവാഴ വിത്ത് 70 രൂപയ്ക്ക് വാങ്ങിയാണ് പലരും കൃഷി ആരംഭിക്കുന്നത്. ഏത്തവാഴ കൃഷിയിൽ കടുത്ത പ്രതിസന്ധി നേരിടുന്ന ഈ കാലത്ത് കൃഷിഭവൻ വഴി പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് ഏത്തവാഴ കർഷകരുടെ ദുരിതത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാൻ 3 ദിവസം മാത്രം ശേഷിക്കെ പോർട്ടൽ ഇതുവരെ പ്രവർത്തനം ആരംഭിച്ചില്ല. പോർട്ടൽ എന്ന് തുറക്കുമെന്നതിൽ വ്യക്തതയില്ലാത്തതിനാൽ ഇത്തവണത്തെ രജിസ്ട്രേഷൻ മുടങ്ങുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. കേന്ദ്ര കൃഷി മന്ത്രാലയവും സംസ്ഥാന കൃഷി വകുപ്പും സംയുക്തമായി നടപ്പിലാക്കി വരുന്ന വിള ഇൻഷുറൻസ് പദ്ധതിയാണ് കാലാവസ്ഥാധിഷ്ഠിത ഇൻഷുറൻസ് പദ്ധതി. ഇതനുസരിച്ച് 28 വിളകൾക്കാണ് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നത്. പൊതുമേഖലയിലെ അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനി മുഖേനയാണ് ഇത് നടപ്പാക്കുന്നത്. ഖാരിഫ് സീസണിൽ സംസ്ഥാനത്ത് ശരാശരി 80,000 കർഷകരാണ് ഇൻഷുറൻസ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാറുള്ളത്. സാങ്കേതിക പ്രശ്നങ്ങളാലാണ് ഇത്തവണ രജിസ്ട്രേഷൻ തുടങ്ങാൻ വൈകുന്നതെന്നും പ്രശ്നം പരിഹരിച്ച് ഉടൻ പോർട്ടൽ തുറക്കുമെന്നും പദ്ധതി നടപ്പിലാക്കുന്ന അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനി അധികൃതർ അറിയിച്ചു. അതേസമയം രജിസ്ട്രേഷനുള്ള സമയം നീട്ടി നൽകുമെന്നാണ് അധികൃതർ നൽകുന്ന സൂചന. കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസിൽ വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ, ശക്തമായ കാറ്റ് എന്നിവ നിമിത്തമുണ്ടാകുന്ന വിളനഷ്ടങ്ങൾക്ക് വ്യക്തിഗത ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വിളയുടെ പ്രായം അടിസ്ഥാനമാക്കി ജോയിന്റ് കമ്മിറ്റിയുടെ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് പ്രകാരം നഷ്ടപരിഹാരം നിർണ്ണയിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുരുമുളക് വില ഉയർന്നു. ബാങ്കോക്കിൽ റബ്ബർ വില കൂടി. ഇന്ത്യയിൽ കൂടിയില്ല. കൊക്കോയ്ക്ക് ആഗോളതലത്തിൽ ഡിമാൻഡ് ഉയർന്നു. ഉത്തരേന്ത്യയിൽ നിന്നും അന്വേഷണങ്ങൾ എത്തിയത് കുരുമുളകിന്റെ വില വീണ്ടും ഉയർത്തി. ഹൈറേഞ്ച് മുളക് വരവ് കൊച്ചി വിപണിയിൽ ചുരുങ്ങി. കർഷകർ ഉത്തരേന്ത്യൻ ഉത്സവകാല ഡിമാൻഡിൽ പ്രതീക്ഷ നിലനിർത്തി.
നാടൻ മുളക് ഉത്തരേന്ത്യൻ ഇടപാടുകാരുടെ ഗോഡൌണുകളിൽ കുറഞ്ഞതും വരും ആഴ്ചകളിൽ വില ഉയരാൻ ഇടയാക്കാം. അന്തർ സംസ്ഥാന ഇടപാടുകാർ പുതിയ വാങ്ങലിന് നീക്കം നടത്തുന്നുണ്ട്. അൺഗാർബിൾഡ് കിലോ 662 രൂപയായി ഉയർന്നു. തായ് വിപണിയായ ബാങ്കോക്കിൽ റബ്ബർ വില ഉയർന്നെങ്കിലും ഇന്ത്യൻ ടയർ നിർമ്മാതാക്കൾ വിലയിൽ മാറ്റം വരുത്താൻ തയ്യാറായില്ല. തായ് മാർക്കറ്റിൽ റബ്ബർ വില കിലോ 3 രൂപ വർദ്ധിച്ച് 197 രൂപയായി. പ്രതികൂല കാലാവസ്ഥയിൽ തായ്ലാന്റിൽ ടാപ്പിംഗ് തടസ്സപ്പെട്ടതാണ് മുന്നേറ്റത്തിന് വഴിതെളിച്ചത്. ടയർ വ്യവസായികൾ കൊച്ചിയിൽ 4ാം ഗ്രേഡ് റബ്ബർ വില 201 രൂപയിൽ വിപണനം നടത്തി. 5ാം ഗ്രേഡ് 198 രൂപ. ആഗോള കൊക്കോ ഉൽപാദനത്തിൽ മുൻനിരയിലുള്ള ഘാനയിൽ അടുത്ത വിളവ് ചുരുങ്ങുമെന്ന വിവരം അന്താരാഷ്ട്ര വിപണിയിൽ ഡിമാൻഡ് ഉയർത്തി. ഉൽപാദനം കുറയുമെന്നത് സംബന്ധിച്ച റിപ്പോർട്ടുകളെ തുടർന്ന് അന്താരാഷ്ട്ര മാർക്കറ്റ് നിരക്ക് ടണ്ണിന് $9,000 ഉയർന്നു. പുതിയ സാഹചര്യത്തിൽ ആഭ്യന്തര ചോക്ലേറ്റ് നിർമ്മാതാക്കൾ വില ഉയർത്താൻ സാധ്യതയുണ്ട്. മധ്യകേരളത്തിൽ പച്ചക്കൊക്ക 100 രൂപയിലും പരിപ്പ് 350 രൂപയിലും വ്യാപാരം നടന്നു. കാണാം കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം. RSS 4 201, RSS 5 198, ലാറ്റക്സ് 142, ജാതിക്ക 250, ജാതിപത്രി 1800 മുതൽ 2000 വരെ, ഗ്രാമ്പു 800, അടയ്ക്ക 260, കാപ്പിക്കുരു 210, കൊക്കോ പരിപ്പ് 250, കുരുമുളക് ഗാർബിൾ 68,200, കുരുമുളക് അൺഗാർബിൾ 66,200, ഏലക്ക 2,400 മുതൽ 2,500 വരെ, വെളിച്ചെണ്ണ 37,400, കൊപ്ര 25,000, ചുക്ക് 22,500.